വന്ന അറിയിപ്പനുസരിച്ച് നാളെ മാത്രമേ അത് മടങ്ങുന്നുള്ളൂ എന്നായിരുന്നു. എന്നാൽ മാറിയ രാഷ്ട്രീയ പരിസ്ഥിതിയിൽ അദ്ദേഹം എത്രയും പെട്ടെന്ന് കേരളത്തിലെത്താൻ പോകുന്നു എന്നാണ് വിവരം. തീർച്ചയായും നേരത്തെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പദ്ധതികൾക്ക് മാറ്റമുണ്ടായിരിക്കുന്നു. ഈ പട്ടികയിൽ തന്റെ പേരില്ല എന്ന് ഉറപ്പിച്ച സാഹചര്യത്തിൽ ഇനി ഡൽഹിയിൽ തങ്ങേണ്ടതില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചിരിക്കുകയാണ്. ഡൽഹിയിൽ നിന്നും മടങ്ങുമ്പോൾ അത് കോൺഗ്രസിനോട് ഒരു ഗുഡ് ബൈ പറഞ്ഞുകൊണ്ടുകൂടിയാണ് അദ്ദേഹം മടങ്ങുന്നത്. അദ്ദേഹത്തിന്റെ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തുന്ന പ്രഖ്യാപനം അത് ഏറെ നിർണായകമാണ്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ആ ഒരു പ്രഖ്യാപനം ഉണ്ടാകും. അദ്ദേഹം മത്സരിക്കാൻ തയ്യാറെടുത്ത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഈ ഗോദാവരിയിലെ 3-ാം നിലയിലുള്ള 301-ാം നമ്പർ ഫ്ളാറ്റ്, അവിടെയാണ് അദ്ദേഹം കഴിയുന്നത്. അവിടെ നിന്നും അദ്ദേഹം ഇറങ്ങുകയാണ്. അദ്ദേഹം ഇന്ന് തന്നെ കണ്ണൂരിലേക്ക് തിരിക്കുന്നു. ഡൽഹിയിൽ നിന്നും കണ്ണൂരിലേക്ക് വൈകിട്ട് 9:45 പുറപ്പെടുന്ന വിമാനത്തിലായിരിക്കും അദ്ദേഹം കേരളത്തിലേക്ക് തിരിക്കുക. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും അദ്ദേഹം നടത്തിയിരിക്കുന്നു. ആ ഇറങ്ങും വഴിയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുക. എന്താണ് തന്റെ ഈ ഒരു ഘട്ടത്തിൽ തനിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് അദ്ദേഹം വിശദീകരിക്കുക. നേരത്തെ തന്നെ അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഏത് തരത്തിൽ നേരിടണം എന്ന് അദ്ദേഹം ആലോചിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി തന്നെയാണ് മറ്റ് ചില നിർണായക സീറ്റുകളിൽ കൂടി സ്ഥാനാർത്ഥികളെ നിർത്താൻ ഉള്ള ഒരു തീരുമാനം. തനിക്കൊപ്പം നിൽക്കുന്ന നേതാക്കളെ മറ്റിടങ്ങളിൽ കോൺഗ്രസിന് കനത്ത ആഘാതം നൽകുന്ന രീതിയിൽ നിർത്താൻ അദ്ദേഹം ആലോചിച്ചിരിക്കുന്നു. അതിനുള്ള പട്ടിക ഉൾപ്പെടെ അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട്. ബൽറാം കേൾക്കാമെന്ന് തോന്നുന്നു. കെ സുധാകരൻ ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ടോ, അതോ കാണാതെ തന്നെ അദ്ദേഹം മടങ്ങുമോ? ദിലീപ് കുമാർ, ഇന്ന് കെ സുധാകരൻ മാധ്യമങ്ങളെ കാണും എന്ന് അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങൾ തന്നെയാണ് അറിയിച്ചത്. മാധ്യമങ്ങളെ ഇന്ന് അദ്ദേഹം കാണും, കണ്ട ശേഷമായിരിക്കും മടങ്ങുക എന്നാണ് അറിയിച്ചത്. കഴിഞ്ഞ 2 ദിവസവും സമാനമായി അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് കാണുന്നതിന് തൊട്ടു മുമ്പായി ഈ ഒരു തീരുമാനം മാറ്റുകയായിരുന്നു. അത് ആ ഒരു ഘട്ടത്തിലെല്ലാം തന്നെ അന്വയ നീക്കങ്ങൾ ഹൈക്കമാൻഡ് നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും അദ്ദേഹത്തോട് ഈ ഒരു ഘട്ടത്തിൽ അത്തരത്തിലുള്ള പ്രതികരണം ഉണ്ടാക്കി പാർട്ടിയെ പ്രതിരോധത്തിലാക്കരുത് എന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. ആ ഘട്ടങ്ങളിലാണ് അദ്ദേഹം പിന്മാറിയത്. എന്നാൽ ഇനി സുധാകരന് ഒന്നും നോക്കാനില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട് പ്രതികരിച്ച് തന്റെ പ്രതികരണം എന്താണ്, തന്റെ നിലപാട് ഈ ഒരു ഘട്ടത്തിൽ എന്ന് അറിയിച്ചായിരിക്കും അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അദ്ദേഹം ഇവിടെ നിന്നും ഇറങ്ങും. അത് പ്രത്യേകിച്ച് 9:45 വൈകിട്ട് അദ്ദേഹത്തിന്റെ വിമാനം. ഡൽഹിയിൽ നിന്നും കണ്ണൂരിലേക്കുള്ള വിമാനത്തിലാണ് അദ്ദേഹം ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം കുടുംബാംഗങ്ങളും ഉണ്ട്. എന്തായാലും അതുകൊണ്ട് തന്നെ ഇപ്പോഴെങ്കിലും അദ്ദേഹത്തിന് ഉടൻ തന്നെ ഇറങ്ങേണ്ടതുണ്ട്. ഡൽഹി വിമാനത്താവളത്തിൽ സമയത്ത് എത്തിച്ചേരണമെങ്കിൽ. അതുകൊണ്ട് തന്നെ 7:15 ഇറങ്ങും, ഒരു പ്രതികരണം ഉണ്ടാകും എന്നായിരുന്നു അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ അറിയിച്ചിരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.